കോഴിക്കോട് എലത്തൂർ ഇന്ധന ചോർച്ചയിൽ ഇന്ന് തുടർ നടപടി. ജലസ്രോതസ്സുകളിൽ കലർന്ന ഡീസൽ നിർവീര്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് തുടങ്ങും. എം.എസ്. അനീഷ് കുമാർ നൽകും വിവരങ്ങൾ. അനീഷ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ കണ്ടതാണ് ഈ ഡീസൽ ചോർച്ച മാത്രം. അതിൽ തുടർന്ന് നാട്ടുകാർ അവിടെ നിന്ന് കുപ്പികളുമായി എത്തി ഡീസൽ കൊണ്ടുപോകുന്നതടക്കം നമ്മളൊരു അപൂർവ കാഴ്ചയ്ക്ക് പോലും നമ്മൾ സാക്ഷിയായി. പ്രധാനമായും ഇന്ന് എന്തൊക്കെ നടപടികളാണ് ഉണ്ടാവുക, എന്താണ് ഇതിന്റെ കാരണം എന്ന കാര്യത്തിലൊരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. എന്താണ് അധികൃതർ പറയുന്നത്? മെക്കാനിക് ഇലക്ട്രിക്കൽ വിഭാഗങ്ങളിലുണ്ടായ തകരാറാണ് ഇത്തരം ഒരു ചോർച്ചയിലേക്ക് നയിച്ചതെന്നാണ് അധികൃതർ ജില്ലാ ഭരണകൂടത്തിന് നൽകിയിരിക്കുന്ന വിശദീകരണം. മുന്നറിയിപ്പ് സംവിധാനം കൃത്യമായി പ്രവർത്തിക്കാതെ വന്ന സാഹചര്യത്തിലാണ് ഡീസൽ പുറത്തേക്ക് ഒഴുകിയത്. അത് ഓവുചാലൽ വഴി പുറത്തേക്ക് ഒഴുകുകയായിരുന്നു എന്നും പറയുന്നു. എന്തായാലും ആ ചോർച്ച പരിഹരിച്ചു എന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. മിനിഞ്ഞാന്ന് രാത്രി തന്നെ ആ ചോർച്ച നിയന്ത്രണ വിധേയമാക്കി. പക്ഷേ ഈ മണ്ണിൽ ഊറി നിൽക്കുന്ന ഡീസലിന്റെ അംശങ്ങൾ പൂർണ്ണമായും താഴേക്ക് പിന്നെ ഒഴുകി തീർന്നേ അത് മാറുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഒരു ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നം എന്ന രീതിയിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം ഇതിനെ വിലയിരുത്തുന്നത്. നേരത്തെ പൊല്യൂഷൻ വകുപ്പ്, ഈ മലിനീകരണ നിയന്ത്രണ ബോർഡും മറ്റുമൊക്കെ അവിടെ എത്തിയിരുന്നു. ഒപ്പം ഈ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥരും എത്തി പരിശോധനകൾ നടത്തി. എന്തായാലും ഈ ഫാക്ടറി അധികൃതർക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. അത് ഈ ഫാക്ടറീസ് ആക്ടിലെ 96 വകുപ്പുകൾ പ്രകാരമാണ് ഇത്തരത്തിൽ മലിനീകരണം വരുത്തി എന്ന കുറ്റത്തിനാണ് 1 കോടി രൂപ വരെ വേണേൽ പിഴ നൽകാവുന്ന വകുപ്പുകളുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നതെന്നും നേരത്തെ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഒരു അപകടം എന്ന രീതിയിൽ തന്നെയാണ് ഈ ചോർച്ചയെ യാദൃശ്യമായി നടന്ന ഒരു സംഭവം എന്ന രീതിയിൽ തന്നെയാണ് ആ ചോർച്ചയെ കാണുന്നതെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഏതാണ്ട് 2 കിലോമീറ്റർ ചുറ്റളവിലും ഇതിന്റെ ആഘാതം എത്തി എന്ന വിലയിരുത്തലും ഉണ്ടായിരുന്നു. വിശദമായ പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു. ഓവുചാലിലൂടെ ഒഴുകിയ വെള്ളം ജലാശയങ്ങളെ മലിനമാക്കുകയും കടലിലേക്ക് വരെ എത്തുകയും ചെയ്തു എന്ന് കണ്ടെത്തിയിരുന്നു. ഒപ്പം പലയിടങ്ങളിലും മീനുകൾ ചത്തുപൊങ്ങുന്നതായി കണ്ടെത്തിയെന്നും അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജല ശുചീകരണത്തിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചത്. മുംബൈയിൽ നിന്നുമുള്ള ഒരു പ്രത്യേക രാസമിശ്രിതം എത്തിക്കുകയും അത് ജലത്തിൽ ചേർക്കുകയും അങ്ങനെ ജലം ശുചിയാക്കി എടുക്കുകയും അതായത് എണ്ണമയം പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ്. അത് സാധാരണമായി തന്നെ ഇത്തരത്തിൽ കടലിലും മറ്റിടങ്ങളിലുമൊക്കെ എണ്ണ ചോരുമ്പോൾ ജലം ശുചിയാക്കുന്നതിനുള്ളൊരു മാർഗമാണ്. അത് ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി മുംബൈയിൽ നിന്നും ആ രാസമിശ്രിതം എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ രാവിലെ ഇപ്പോൾ ഇതുവരെ ഈ ജലം ശുചിയാക്കൽ നടപടികൾ ആരംഭിച്ചിട്ടില്ല. അല്പം വൈകാതെ ആരംഭിക്കുമെന്നാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഈ മണലിൽ മറ്റുമൊക്കെ ഈ ഡീസൽ കലർന്നിരുന്നു. അവ ശുചിയാക്കി കൃഷിഭൂമി ആളുകളുടെ വീണ്ടെടുക്കുന്നതിനുള്ള നടപടികൾ ചെയ്യുമെന്നും വ്യക്തമാക്കി. എന്തായാലും ആ നടപടിക്രമങ്ങളും വൈകാതെ ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. ഏതാണ്ട് ഒരു 9 തന്നെ ഈ നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കാനാണ് സാധ്യത. പറയാം.